Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. വേണ്ട, എൻ്റെ പേരിനിവിടെ പ്രസക്തിയില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ഓരോ ജോലിക്കും വേണ്ടി പല പല പേരുകൾ സ്വീകരിക്കാറുണ്ട്. എന്നെ നിങ്ങൾ ഓരോരുത്തരും പേടിക്കേണ്ടി വരും. കാരണം ഞാനൊരു വാടക കൊലയാളിയാണ്. പണം തരുന്നവരുടെ ഇഷ്ടാനുസരണം ആരുടെയും ജീവനെടുക്കുക എന്നതാണ് എൻ്റെ ജോലി. മരണത്തെ നിർണയിക്കുന്ന പ്രപഞ്ചശക്തി ദൈവമാണോ പിശാചാണോ എന്ന് ചോദിച്ചാൽ ചിലരെങ്കിലും എന്റെ പേര് വിസ്മരിക്കുമായിരിക്കും. പരസ്പരം കൊന്നു തിന്നാൻ മത്സരിക്കുന്ന മനുഷ്യ സമൂഹം എനിക്ക് മുന്നിലുള്ളപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള കുപ്പായം ഒരു വാടക കൊലയാളിയുടേതാണെന്നതിൽ സംശയമില്ലല്ലോ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നിരാശനാണ്. നേരം ഇത്രയായിട്ടും ആരെയും കൊല്ലണമെന്നാവശ്യപ്പെട്ട് ഒരു ഫോൺ കോളോ ഇമെയിലോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഹലോ, എനിക്കൊരാളെ കൊല്ലണം. വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ വിശദമായി നിങ്ങളിലെത്തിക്കും. ഹൗ മച്ച് യു നീഡ്? പ്രതിഫലം അത് ജോലി കഴിഞ്ഞ് വാങ്ങുന്നതാണ് എനിക്ക് ശീലം. പിന്നെ അത് എത്ര വലുതായാലും നിങ്ങൾ തരാൻ ബാധ്യസ്ഥനാണ്. ശരി, കൊന്നതിന് ശേഷം നിങ്ങൾ പറയുന്ന പണം പറയുന്ന സ്ഥലത്ത് എത്തിച്ചിരിക്കും. ഐ ഡോണ്ട് എക്സ്പെക്ട് എനി ഫൗൾ ഗെയിംസ്. ഞാനും. കൊല്ലേണ്ടയാളുടെ പ്രൊഫൈൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. സോ ഗെറ്റ് റെഡി. ഓക്കെ.
I know you only killed my brother. ഓർമ്മയില്ലേ ഒരു 4 വർഷം മുമ്പ്? ചേട്ടാ 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 നിന്നെ ഈ ജോലി ഏൽപ്പിച്ചത് ഞാൻ തന്നെയാണ്. I trapped you, man. മരണത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ള എൻ്റെ ജീവിതം. ഇന്നല്ലെങ്കിൽ നാളെ മരണമെന്ന യാഥാർത്ഥ്യം ഒരു കത്തിയായോ വാഹനമായോ മറ്റു ചിലപ്പോൾ ഒരു വെടിയുണ്ടയായോ എന്നെ തേടി വന്നേക്കാം. അതിനായുള്ള കാത്തിരിപ്പാണ് എൻ്റെ ജീവിതം. ഞാൻ നടത്തിയ വധശ്രമങ്ങളിൽ നിന്നും വഴുതി മാറിയ ഒരാൾ ക്ഷമയുടെ സിദ്ധാന്തങ്ങൾ ഉരുവിട്ട് എന്നോട് ദയ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്നെ കൊല്ലും. അല്പനേരം മുമ്പ് വന്ന ഫോൺ കോൾ എൻ്റെ നേരെ വെച്ച് നീട്ടിയത് എൻ്റെ തന്നെ മരണത്തെയായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. എൻ്റെ കണ്ണുകൾക്ക് എന്നേക്കുമായി തിരശീല വീഴ്ത്തുന്ന ആ സമ്മാനവുമായി അവർ എന്നെ തേടി വരും. അതിനായുള്ള കാത്തിരിപ്പാണ് ഇനി ഈ ജീവിതം. മരണത്തിനായുള്ള ഒരു കൊലപാതകിയുടെ കാത്തിരിപ്പ്. നീ എവിടെ ഒളിച്ചാലും കൊല്ലുമെന്ന് പറഞ്ഞില്ലടാ. Give me your gun. ഈ നെഞ്ച് തകരുന്നതിൻ്റെ വേദന നിനക്കറിയാമോ? ഫീൽ ഇറ്റ്. ശത്രു സമ്മർദ്ദങ്ങൾ വരുമ്പോൾ സാധാരണയായി ഒളിച്ചു താമസിക്കുക എന്നതാണ് എൻ്റെ പതിവ്. പക്ഷേ മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആർക്കും സാധിക്കില്ലല്ലോ. കാത്തിരിപ്പിൻ്റെ സുഖം അത് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. കാരണം ഞാൻ കാത്തിരുന്നതെല്ലാം മറ്റുള്ളവരുടെ കണ്ണീരിൽ അവസാനിക്കുന്നതായിരുന്നു. ഇന്നിതാ എൻ്റെ തന്നെ മരണത്തിനായുള്ള കാത്തിരിപ്പാണിവിടെ. പക്ഷേ ഈ കാത്തിരിപ്പിൻ്റെ അവസാനം കണ്ണീരണിഞ്ഞ ഒരു മുഖവും എനിക്കായി കാത്തിരിക്കുന്നുണ്ടാവില്ലല്ലോ. മറ്റുള്ളവരെ മരണത്തിലേക്ക് തള്ളിവിട്ടിരുന്ന എൻ്റെ ഈ നിസ്സഹായാവസ്ഥയ്ക്ക് പ്രാർത്ഥനയായി ഇത്രമാത്രം: എൻ്റെ മരണമേ താമസമെന്തേ വരുവാൻ.